ഹിറ്റ് ട്രിലജി അഥവാ ഇപ്പോൾ കറൻ്റ്ലി ഇന്ത്യയിൽ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയൊരു ഫ്രാഞ്ചൈസ് അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ഈ ഒരു ഹിറ്റ് സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഹിറ്റ് ഫ്രാഞ്ചൈസ്. ഇതിലത്തെ ആദ്യത്തെ 3 സിനിമകളാണ് ഇതുവരെയ്ക്കും ഇറങ്ങിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും റീസെൻ്റ് റിലീസാണ് ഹിറ്റ് ദ തേർഡ് കേസ്, സ്റ്റാറിങ് നൺ അതർ ദൻ ദ നാച്ചുറൽ സ്റ്റാർ നാനി. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പടം തിയേറ്ററിൽ തന്നെ കാണണമെന്ന് പ്ലാൻ ചെയ്തു. കാരണം ഒരു നാനി പടം എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ക്വാളിറ്റി ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സിനിമയാണല്ലോ. അപ്പോൾ അത് കാണുന്നതിന് മുന്നേ തന്നെ ഹിറ്റ് ദ ഫസ്റ്റ് കേസും സെക്കൻഡ് കേസും ഞാൻ ഇരുന്ന് കാണാമെന്ന് വെച്ചാൽ അത് 2 കണ്ടു. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി ഞാൻ 3 സിനിമകളും കണ്ടിട്ട് ഇരിക്കുകയാണ്. സോ ഈ ഒരു വീഡിയോയിലൂടെ ഈ 3 സിനിമകളിനെ പറ്റിയുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും അതുപോലെ ഇനി വരാൻ പോകുന്ന ദ ഫോർത്ത് കേസും അതുപോലെ ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫ്യൂച്ചറിലുള്ള പൊട്ടൻഷ്യലിനെ പറ്റിയിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ആദ്യം എന്തായാലും നമുക്ക് ഹിറ്റ് ദ ഫസ്റ്റ് കേസിൽ തന്നെ തുടങ്ങാം. ഹിറ്റ് ദ ഫസ്റ്റ് കേസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ ഒരു പടം കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നൊരു തോട്ട് എന്ന് പറയുന്നത് ഒരു കിടിലം പടം തന്നെയാണെന്ന ഉള്ള ഒരു ഫീലാണ് വന്നത്. പക്ഷേ കൂടുതൽ ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഓണസ്റ്റ് ഒപ്പീനിയൻ പറയണമെങ്കിൽ ആ പടത്തിലത്തെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഈവൻ ദോ ഇറ്റ് ഈസ് എൻഗേജിങ്, എവിടെയും ലാഗൊന്നും അടിച്ചില്ല. അതുപോലെ തന്നെ അവിടെ ഇവിടെ കയറ്റി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് വിച്ച് വർ ഡെഫിനറ്റ്ലി സർപ്രൈസിങ്. ഒരു ടോട്ടാലിറ്റിയിൽ എടുത്തു നോക്കുമ്പോൾ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് പരിപാടിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള രീതിയിൽ വലിയൊരു ഇമ്പാക്റ്റ് പടം ക്രിയേറ്റ് ചെയ്തില്ല എൻ്റെ ഉള്ളിൽ. പക്ഷെ അത് പറയുമ്പോൾ പോലും ആ ഒരു പടത്തിലത്തെ മെയിൻ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്ലേഡ് ബൈ വിശ്വക് സെൻ, ഞാൻ ഈ ഒരാളുടെ വേറെ സിനിമകളൊന്നും കണ്ടിട്ടില്ല, ബട്ട് ഈ ഒരു സിനിമയിൽ ആൾ വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ബട്ട് ആ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വളരെയധികം ട്രോമാസിലൂടെ കടന്നു പോയൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് ഒരു മിസ്റ്ററി ആയിട്ടാണ് ആ സിനിമ മൊത്തം കീപ്പ് ചെയ്യുന്നത്. ആൻഡ് അത് ഡെഫിനറ്റ്ലി ആ ഒരു പടത്തിലൊരു ഇൻട്രസ്റ്റിംഗ് ലെയറും കുറച്ചും കൂടി ഒരു ഡെപ്ത് ആഡ് ചെയ്തു. അതുകൊണ്ട് ടോട്ടാലിറ്റി എടുത്ത് നോക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ തന്നെയായിരുന്നു. പക്ഷേ അഗൈൻ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആസ്പെക്ട് ഡെഫിനറ്റ്ലി ഇമ്പാക്റ്റ് പേഴ്സണലി ക്രിയേറ്റ് ചെയ്തില്ല. പിന്നെ പടത്തിൻ്റെ മേക്കിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ഇറ്റ്സ് ഗുഡ്, അഥവാ മോശമാണെന്നല്ല പറയുന്നത്. പക്ഷേ ചില എഫക്റ്റുകളാണെങ്കിലും അതുപോലെ ചില സീൻസ് ഷൂട്ട് ചെയ്ത രീതിയാണെങ്കിലും മൊത്തത്തിൽ ഒരു ഔട്ട്ഡേറ്റഡ് ഫീല് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യാതെ പോയ വളരെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആ പടത്തിന് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് വെരി ഡിസപ്പോയിൻറ്റിങ്. പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ അഗൈൻ വിശ്വക് സെൻ വേറെ ലെവൽ പെർഫോമൻസ്. പക്ഷേ ബാക്കിയുള്ള ആക്ടേഴ്സിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഒരു സ്പേസ് പടത്തിലില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അവർ കിട്ടിയ റോള് ഡീസൻ്റായി ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 1 man ഷോ തന്നെയാണ് സത്യം പറഞ്ഞാൽ വിശ്വക് സെന്നിൻ്റെ. ആൻഡ് ആൾ വേറെ ലെവലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒട്ടും ലാഗ് അടുപ്പിക്കാതെ എൻഗേജിങ് ആയിട്ടുള്ള അവിടെ ഇവിടെ കയറ്റൊക്കെ നല്ല ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉള്ള ഡെഫിനറ്റ്ലി ഒരു കിടിലൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ തന്നെയാണ്. ബട്ട് ഇറ്റ് ഡെഫിനറ്റ്ലി ഹാസ് ഇറ്റ്സ് ഇഷ്യൂസ്. നിങ്ങൾക്കൊന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഹിറ്റ് ദ ഫസ്റ്റ് കേസ്. ഇനി ഹിറ്റ് ദ സെക്കൻഡ് കേസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബേസിക്കലി എനിക്ക് സെയിം റെസ്പോൺസ് തന്നെയാണ്. അപ്പോൾ പടം കണ്ടു കഴിയുമ്പോൾ ഒരു കിടിലൻ പടം കണ്ടു, ഒരു ലാഗൊന്നും അടുപ്പിക്കാതെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു അവിടെ ഇവിടെ കയറ്റൊക്കെ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള ഒരു കിടിലൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലറാണ്. ബട്ട് അഗൈൻ ടോട്ടാലിറ്റി എടുത്ത് നോക്കിയപ്പോൾ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആസ്പെക്ട് തന്നെ എഡ്ജ് ഓഫ് ദ സീറ്റിലേക്കോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ പിടിച്ചിരുത്തി എന്നെ ടെൻഷൻ അടുപ്പിച്ചു അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. വലിയൊരു രീതിയിലൊന്നും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. അതുപോലെ ഹിറ്റ് ദ സെക്കൻഡ് കേസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഹിറ്റ് ഫസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞു ആ ഒരു മെയിൻ ക്യാരക്ടർ കുറേയധികം ട്രോമാസിലൂടെ കടന്നു പോയൊരു ക്യാരക്ടർ, അത് ഡെഫിനറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് ലെയർ ആ പടത്തിലായിരുന്നു. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന ഒരു ടിപ്പിക്കൽ പോലീസ് ഓഫീസർ, അഥവാ വളരെ കാരസ്മാറ്റിക് ആയിട്ടുള്ള ഒരു നോൺഷലാൻഡ് ടിപ്പിക്കൽ പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. അതുകൊണ്ട് ആ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലെയർ, ആ ഒരു ഡെപ്ത് ഈ പടത്തിൽ മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ടോട്ടാലിറ്റി ഒരു വളരെ ക്ലീഷ ആയിട്ടുള്ള ഒരു ജനറിക് ആയിട്ടുള്ള ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ പോലെയാണ് എനിക്ക് സെക്കൻഡ് പാർട്ട് ഫീൽ ചെയ്തത്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ കുറച്ചും കൂടി ഒരു ബ്രൂട്ടാലിറ്റി അവർ കൂട്ടിയിട്ടുണ്ട്. ഒരു A സർട്ടിഫിക്കറ്റ് മൂവിയാണ്. ബ്രൂട്ടാലിറ്റി കൂട്ടിയെന്ന് പറഞ്ഞാൽ വളരെ വയലൻസ് എന്നൊന്നുമല്ല പറയുന്നത്. ഡെഫിനറ്റ്ലി ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയറും കുറച്ചും കൂടി ബ്രൂട്ടലാണ്. നിങ്ങൾ വയലൻസ് സിനിമകൾ കാണാത്ത ഒരാളെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പടം വർക്കാവില്ല. കാരണം ഡെഫിനറ്റ്ലി അവിടെ ഇവിടെ കയറ്റി കുറച്ച് ബ്രൂട്ടൽ പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാം. വയലൻസ് സിനിമകൾ കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല. മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റ്സ് ഗുഡ്. അവർ ഈ ഒരു പടത്തിന് എന്തൊക്കെയാണോ ആവശ്യം അത് മേക്കേഴ്സ് അവർ കൊടുത്തിട്ടുണ്ട്. ഗംഭീര മേക്കിംഗ് ഞാൻ പറയാൻ തരില്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. മോശമൊന്നുമല്ല, ആരും മോശമാക്കിയിട്ടില്ല. മ്യൂസിക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ആൻ അപ്ഗ്രേഡ് ഫ്രം ദ ഫസ്റ്റ് പാർട്ട്. ബട്ട് അതും പറഞ്ഞ് അഗൈൻ ഇറ്റ്സ് നോട്ട് ഗ്രേറ്റ്, അഥവാ അതിഗംഭീര വർക്ക് വേറെ ലെവൽ അങ്ങനെയൊന്നും പറയാനില്ല. ഇറ്റ്സ് ഗുഡ്, ഇറ്റ് ഡസ് ഇറ്റ്സ് ജോബ് എന്നുള്ള രീതിയിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് എനിക്ക് എടുത്ത് പറയേണ്ട മെയിൻ ക്യാരക്ടർ അദ്വി ശേഷാണ്. ആൾക്ക് പറ്റിയ റോളാണ്. അഥവാ വളരെ കാരസ്മാറ്റിക് ഉള്ള നോൺഷലൻ്റ് ആളെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ആളത് വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് സെയിം തിങ് ബാക്കിയുള്ള ആക്ടേഴ്സൊന്നും പ്രത്യേകിച്ച് ഒരു സ്പേസ് കിട്ടുന്നില്ല. അപ്പോൾ ഇതൊരു 1 man ഷോ പോലെ ഫീൽ ചെയ്തു അദ്വി ശേഷിൻ്റെ. ബട്ട് ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്.
അതുപോലെ പടം അത്രയ്ക്കും വലിയൊരു സിനിമയല്ല കേട്ടോ, 2 മണിക്കൂർ താഴെയാണ് ഈ പടത്തിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. ആൻഡ് മൊത്തത്തിൽ ഒരു ഡെഫിനറ്റ്ലി ഒന്ന് കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇനി ഈ ഫ്രാഞ്ചൈസിത്തെ ഏറ്റവും റീസെൻറ്റ് റിലീസ് ഹിറ്റ് ദ തേർഡ് കേസിലേക്ക് വരുമ്പോൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ആദ്യത്തെ 1.5 മണിക്കൂർ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ, ഒരു നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലറും അവസാനത്തെ 1 മണിക്കൂർ ഒരു ഗംഭീര ബ്രൂട്ടൽ വയലൻറ്റ് ആക്ഷൻ ത്രില്ലറാണ്. നൗ ബാക്കിയുള്ള 2 സിനിമകളും ഒരു പക്ക ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെങ്കിൽ ഇതിൽ ഡെഫിനറ്റ്ലി ഒരു ആക്ഷൻ ത്രില്ലറിനും കൂടി അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അത് വേറെ ലെവലായിരുന്നു മാൻ. ബട്ട് അഗൈൻ ജസ്റ്റ് ലൈക്ക് ദ ഫസ്റ്റ് 2 മൂവീസ്, എനിക്ക് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പടം പോലെ തന്നെ പോണ്. അത് അഗൈൻ എൻഗേജിങ് ആണ്, ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. പക്ഷേ അഗൈൻ ടോട്ടാലിറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല, വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും. ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് പരിപാടിയൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. ഒരു വാച്ചബിൾ, എൻഗേജിങ് ഇനഫ്, ഇൻട്രസ്റ്റിംഗ് ഇനഫ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ അത്രേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ അവസാനത്തെ ആ 1 മണിക്കൂർ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവല്. ബ്രൂട്ടൽ സാധനം, വയലൻ്റ് സാധനം, ബ്ലഡി സാധനം. നിങ്ങൾ വയലൻസ് സിനിമ കാണാത്ത ആളാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണ്ട, കാരണം നിങ്ങളെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റില്ല. ബട്ട് അഗൈൻ നിങ്ങൾ വയലൻസ് സിനിമ കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും ഫീൽ ഇല്ല. ഞാൻ ഓണസ്റ്റ് പറയാം, എനിക്ക് വലിയൊരു ഫീലൊന്നും ഉണ്ടായില്ല. മേക്കിങ്ങിലേക്ക് വരുമ്പോൾ ഈസിലി ട്രിലോജിത്തെ ബെസ്റ്റ് മൂവി ഇതാണ്. മ്യൂസിക്കിൻ്റെ കാര്യത്തിലും ട്രിലോജിത്തെ ബെസ്റ്റ് ഇത് തന്നെയായിരിക്കും. ഇതിൽ ഡെഫിനറ്റ്ലി കുറേ സീൻസിൽ മ്യൂസിക് ആ ഒരു ഹൈ ഫീൽ, ആ ഒരു എലവേഷനിൽ നന്നായിട്ട് വർക്കായി. ആൻഡ് എടുത്തു പറയേണ്ടത് നാച്ചുറൽ സ്റ്റാർ നാനി. എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾ അതിഗംഭീര പ്രകടനം, ആ റോളിനെ എടുത്ത് അത് ആളിൻ്റേതാക്കി നാനി. അതുപോലെ തന്നെ ശ്രീനിധി ഷെട്ടിൻ്റെ കാര്യം എനിക്ക് എടുത്ത് പറയണം. അവരും എൻ്റെ പേഴ്സണലി നന്നായിട്ട് തന്നെ അവരുടെ റോള് ചെയ്തു. അതുപോലെ അവർ രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ എനിക്ക് പേഴ്സണലി വർക്കായി. എനിക്ക് അങ്ങനെ ക്രിഞ്ചായി തോന്നിയില്ല. കുറേ പേർക്ക് അത് ക്രിഞ്ചായി തോന്നി. ബട്ട് ഇൻ മൈ ഓണസ്റ്റ് പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കത് വർക്കായി. ഐ ഫൗണ്ട് ഇറ്റ് ടു ബി ഡീസെൻറ്റ് എനഫ്. ടെക്നോളജീൻ്റെ അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ദ ഫോർത്ത് കേസ് എനിക്കൊന്നും പറയാനില്ല. ഞാൻ വളരെ 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 എക്സൈറ്റഡ് ആണ്. അവസാനം അവരൊരു ടേലൻ്റ് പരിപാടി ചെയ്യുന്നുണ്ട് 4th കേസിലേക്ക്. ആൻഡ് അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, കാരണം ഞാൻ റൂമേഴ്സോ ഒന്നും കേട്ടില്ല. അപ്പോൾ കംപ്ലീറ്റ്ലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അവസാനത്തെ ആ ഒരു ടേലൻറ്റ്. ആൻഡ് അത് ഗംഭീരമായിരുന്നു മാൻ. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ഫോർ 4th കേസ്. ആൻഡ് ദ തിങ് ഈസ്, ആ ഒരു ടേലൻറ്റ് എന്താ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രി മാത്രം ഒതുങ്ങുന്ന ഒരു പരിപാടി ആയിരിക്കില്ല, അതിൻ്റെ പുറത്തേക്കും പോവും എന്നുള്ള കാര്യം പ്രൂവ് ചെയ്തൊരു ടേലൻറ്റാണ്. ഞാൻ കൂടുതൽ കയറുന്നില്ല, കാരണം സ്പോയിലേഴ്സ് ആവും. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദിസ് സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസ്. എന്തൊക്കെയാണെങ്കിലും ഇനി 4th കേസ് നോക്കാം എന്താവുമെന്ന്. എന്തായാലും നിങ്ങൾ ഹിറ്റ് 1 and 2 and 3 കണ്ട ആൾക്കാരെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ 4th കേസിനോടുള്ള നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റ് ലെവലും കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ മറക്കരുത്. അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ ക്യാമിയോനെ പറ്റി വല്ലതും പറയണമെങ്കിൽ ഒരു സ്പോയിലർ വാർണിംഗ് കൊടുക്കുക. കാരണം കാണാത്ത ആൾക്കാർ കമൻറ്റ് സെക്ഷനിൽ എടുത്ത് നോക്കിയിട്ട് ഇനി ആ മറ്റേ ക്യാമിയോ ആരാണെന്ന് കണ്ടിട്ട് അവർക്ക് വെറുതെ എന്തിനാണ് നമ്മൾ സങ്കടം ക്രിയേറ്റ് ചെയ്യണം. സോ അങ്ങനെ അതിനെപ്പറ്റി വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ഒരു സ്പോയിലർ വാർണിംഗ് കൊടുത്തിട്ട് സംസാരിക്കുക. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഈ ഒരു ഫ്രാഞ്ചൈസ് ഏത് ലെവലിലേക്ക് എത്തുന്നത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. ആൻഡ് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് ഐ വിൽ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.